കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അങ്ങ് അവിടുന്ന് ആകാശത്തിൽ അങ്ങയുടെ തേജസ് വെച്ചിരിക്കുന്നു. ആകാശത്തേക്ക് നോക്കണം മനുഷ്യൻ. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് പറയാണ്, ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും നല്ല കാലങ്ങളും നന്മയൊക്കെ തന്നത് വഴി ദൈവം തൻ്റെ അസ്തിത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് തന്നത്. നിരാശപ്പെട്ട് കിടക്കുന്നവർ കടപ്പുറത്തൊക്കെ ആകാശത്തേക്ക് നോക്കി കിടക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ദൈവം വെച്ചതാണ്. കാരണം ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇവൻ മനസ്സിലാകും, ഇത്ര വിശാലമായ ആകാശമുണ്ടാക്കിയൊരു ദൈവമുണ്ട്, എൻ്റെ ഈ പ്രശ്നം ചെറുതാണ്. ചില ആൾക്കാർ ആകാശത്തേക്ക് നോക്കി എന്താടാ മാനം നോക്കി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയത്തില്ലേ? നോക്കണം, മാനത്തേക്ക് മനുഷ്യൻ നോക്കണം. അങ്ങനെ മാനത്തേക്ക് നോക്കുന്നവന് മാനിക്കുന്ന ദൈവമുണ്ട്. അബ്രഹാം കൂടാരത്തിനകത്ത് നിലത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം അവനെ പിടിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കുക. പിന്നീട് 99-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ ഭൂമിയിലേക്ക് കമന്നു വീണു. അത് സർവശക്തനായ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ്. അതുകൊണ്ട് ഭയപ്പെടരുത്, ദൈവം തൻ്റെ തേജസ് ആകാശത്തിൽ വെച്ചിരിക്കുന്നു. ആകാശത്തേക്കാൾ വലിയ ഒരു ദൈവം നമുക്കുണ്ട്.